ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് കുടിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധാരണ സേമിയ പായസം പോലെ അല്ല, ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര ഒന്ന് ക്യാരമലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ കരിയും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഉരുക്കിയെടുത്താൽ മതി. പഞ്ചസാര നല്ലപോലെ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ പഞ്ചസാരയുടെ തരിയൊന്നും ഒട്ടും തന്നെ ഇല്ലാണ്ട് നല്ലപോലെ ക്യാരമൽ ആയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് കളറാവോളം നിൽക്കരുത് കേട്ടോ, അപ്പോൾ കരിയും. അപ്പോൾ 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 300 ഗ്രാം സേമിയ വെച്ചിട്ടാണ് ഈ ഒരു പായസം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കിയൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊരു ടോഫിയുടെ ടേസ്റ്റാണ് ഈ ഒരു പായസം കിട്ടുക. സാധാരണ ക്യാരമൽ ചെയ്ത് മാത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടേസ്റ്റ് അല്ല കിട്ടുക കേട്ടോ. അപ്പോൾ നല്ലപോലെ മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ 2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. ഈ ഒരു സമയത്ത് നമ്മൾ ക്യാരമലാക്കി എടുത്തിട്ടുള്ളത് കുറച്ച് ഇങ്ങനെ ക്രിസ്റ്റലായിട്ടാവും ഉണ്ടാവുക. അപ്പോൾ നല്ല ചൂടിൽ ഇളക്കി മിക്സ് ചെയ്യുമ്പോൾ നല്ലപോലെ ആയി കിട്ടും. അപ്പോൾ മുഴുവൻ പാൽ ഒഴിച്ചിട്ട് പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കാനുള്ള കാരണം സേമിയ പായസം ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ ഇതിന് കുറച്ച് വ്യത്യാസമായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സേമിയ ഞാൻ വറുത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വറുക്കാത്ത സേമിയ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. വറുത്ത സേമിയ ആകുമ്പോൾ അതാണ് നല്ലത് കേട്ടോ. സേമിയ ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കുക. 1/4 കപ്പ് പഞ്ചസാര ക്യാരമൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ട് വേണം നിങ്ങൾ പഞ്ചസാര എക്സ്ട്രാ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കണം. നമ്മൾ പായസത്തിൽ ചിലർ ഉപ്പ് ചേർക്കാറില്ല. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റുള്ള മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ. മധുരം നല്ലൊരു ബാലൻസ് ആയിട്ടുള്ളൊരു മധുരമാവും. അപ്പോൾ നല്ല പോലെ തിളച്ചിട്ട് സേമിയ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് വണ്ണം കുറഞ്ഞിട്ടുള്ള സേമിയ ആയത് കാരണം തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പായസമാണ്. അപ്പോൾ കളറും തന്നെ നല്ലൊരു കളറായിരിക്കും. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കുക. ടോഫിയുടെ ആ ഒരു ടേസ്റ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കാപ്പൊടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ആ ഒരു ടേസ്റ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ മതി. അപ്പോൾ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സാധാരണ നമ്മൾ പായസത്തിലേക്ക് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഇതും കൂടെ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല കട്ടിയായിട്ട് വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ കഴിക്കാം. ഇനി നിങ്ങൾക്കിത് കുറുകി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചിട്ട് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. നല്ല ടോഫിയുടെ ഒരു ടേസ്റ്റാണ്. നല്ലൊരു സ്മെല്ലുമാണ് ഈ ഒരു പായസത്തിന്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.